ഇതെന്താണെന്ന് മനസ്സിലായോ? ഫിഷിൻ്റെ എഗ്ഗാണ്. ഏട്ട അല്ലെങ്കിൽ കാറ്റ് ഫിഷ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള മീനുകൾക്കാണ് ഈ തരത്തിലുള്ള റൗണ്ടായിട്ടുള്ള ഫിഷ് എഗ്ഗ് ഉണ്ടാവുക. ഈ മീൻമുട്ട തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് ഉപ്പിട്ട വെള്ളത്തിൽ ഈ മീൻമുട്ട നന്നായി വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൽ കാണുന്ന ഈ മെംബ്രെയിൻ ഉണ്ടല്ലോ, ഈ മെംബ്രെയിൻ നമ്മൾ സാധാരണ കറിയിൽ എടുക്കില്ല. അപ്പം അതിനുശേഷം ഈ മെംബ്രെയിൻ എല്ലാം വിടിയിച്ച് എടുത്ത് എഗ്ഗ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. പിന്നീട് ഒരു പാത്രത്തിൽ ഈ മീൻമുട്ട മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതിനെ ഒരു 10 മിനിറ്റ് വേവിക്കുക. 1 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. ഉപ്പ് നിങ്ങൾക്ക് എന്തോരം മീൻമുട്ട ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പാകത്തിന് ചേർത്താൽ മതി. മീൻമുട്ട അവിടെ ഇരുന്നൊരു 10 മിനിറ്റ് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങളൊക്കെ റെഡിയാക്കാം. ഒരു 8 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10-15 ചെറിയ ഉള്ളി, ഒരു 2-3 സബോള അതിൻ്റെ വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 3 സബോളയാണ് എടുത്തിട്ടുള്ളത്. ഇത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള എന്തെങ്കിലും എളുപ്പപ്പണി ചെയ്ത് ഒന്നിച്ച് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുകയോ ചെയ്യാം. ഞാനിവിടെ കുറച്ച് വേപ്പലയും ഇതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, നിങ്ങൾക്ക് നല്ല എരിവ് ഇഷ്ടമാണെങ്കിൽ പച്ചമുളകും ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ പച്ചമുളക് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ചെറുതാക്കി വട്ടത്തിലോ ചെരിച്ചോ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഷ്ടമില്ലാത്തവർക്ക് പച്ചമുളക് എടുത്ത് കളയാം എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. ഒന്നിച്ച് മിക്സ് ചെയ്ത് അരിഞ്ഞെടുക്കുമ്പോൾ എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം ഒന്നിച്ച് ഇടാതെ ഇങ്ങനെയാണ് ഞാനിടുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫിഷ് എഗ്ഗൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം ഇപ്പോൾ അത് തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നീട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള, വേപ്പില എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഒരു 5 മുതൽ 7 മിനിറ്റ് കഴിയുമ്പോൾ ഈ രൂപത്തിൽ ഇത് മൂത്ത് വരും. അത് കഴിയുമ്പോൾ ഇതിൽ ഒരു 2 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ പൊടികൾ നന്നായി മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റാം. പൊടികൾ മൂത്ത് കഴിയുമ്പോൾ ഒരു നാളികേരം ചെറുകിയത് ചേർത്ത് കൊടുക്കാം. നാളികേരം ഏകദേശം ഒരു 5 മിനിറ്റോളം ചൂടായതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഫിഷ് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ല മിക്സായി, ഈ എഗ്ഗും ഈ മസാലയും എല്ലാം നല്ലപോലെ മിക്സായി എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ നമ്മുടെ ഫിഷ് എഗ്ഗ് തോരൻ റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്.